പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2021 മെയ് മാസം 19-ാം തീയതി. ഇന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് സർക്കാരിൻ്റെ ഏറ്റവും പുതിയ കോവിഡ് നിയന്ത്രണം, വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വാർത്തകൾ, അതോടൊപ്പം തന്നെ ലോക്ക്ഡൌൺ മെയ് മാസം 23-ന് ശേഷം നീട്ടാനുള്ള സാധ്യതയുണ്ടോ എന്നീ കാര്യമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഇത്തരം നല്ല കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണുകയാണ് എങ്കിൽ പരമാവധി ആളുകളിൽ എത്താനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് സംസ്ഥാനത്തെ കോവിഡ് രോഗികളുടെ കണക്കാണ്. 32,762 പേർക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. 23.31% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഇതിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, കോവിഡ് രോഗം വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ മരണപ്പെട്ടിരിക്കുന്നത്. 112 പേരാണ് കേരളത്തിൽ ഇന്ന് കോവിഡ് രോഗം കാരണം മരണപ്പെട്ടിരിക്കുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും രോഗികളുടെ എണ്ണവും ഒക്കെ കുറയുന്നുണ്ട് എങ്കിൽ പോലും രോഗം കാരണം മരണപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായി, വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ 4 കാര്യമാണ്. ഇതിൽ ഒന്നാമത്തെ കാര്യം, മുലയൂട്ടുന്ന സ്ത്രീകൾക്ക് വാക്സിൻ എടുക്കാമെന്ന പുതിയ തീരുമാനം വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോവിഡ് മുക്തി നേടിയവർക്ക് 3 മാസത്തിന് ശേഷം വാക്സിൻ സ്വീകരിക്കാം. ആദ്യ ഡോസ് വാക്സിൻ എടുത്ത ശേഷം കോവിഡ് വന്നാൽ നെഗറ്റീവായി 3 മാസത്തിന് ശേഷം രണ്ടാം ഡോസ് എടുക്കാമെന്നുള്ള ഒരു തീരുമാനം കൂടി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 18 വയസ്സ് പൂർത്തിയായ ആളുകൾക്ക് കോവിഡ് വാക്സിൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. മുൻഗണനാ ക്രമത്തിലാണ് 18 വയസ്സ് പൂർത്തിയായ ആളുകൾക്ക് നിലവിൽ വാക്സിൻ വിതരണം ചെയ്യുന്നത്. മാറാരോഗങ്ങളും അതോടൊപ്പം തന്നെ നിത്യരോഗികളായ ആളുകളൊക്കെ അവർക്ക് ഡോക്ടർ നൽകുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് മുൻകൂട്ടി രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച് നിങ്ങൾക്ക് വാക്സിൻ എടുക്കാൻ സാധിക്കുന്നതാണ്. മൂന്നാമതായി നമ്മൾ സംസാരിക്കുന്നത്, കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായി കൊണ്ട് സർക്കാർ വീടുകളിൽ സന്ദർശനം നടത്തി ഹോം ക്വാറന്റൈൻ കൃത്യമായി പാലിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 3000-ഓളം വരുന്ന പോലീസുകാർക്ക് ചുമതല നൽകിയിട്ടുണ്ട്. ഇവർ ഇതിനകം തന്നെ 1,00,000-ലധികം വരുന്ന വീടുകൾ സന്ദർശിച്ച് ഹോം ക്വാറന്റൈൻ ലംഘനം നടക്കുന്നുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ഇവർ വരുന്നത് പോലീസ് ജീപ്പിലായിരിക്കണമെന്നില്ല, പകരം അവർ ബൈക്കിലും മറ്റു വാഹനങ്ങളിലുമാണ് വീടുകളിലെത്തി ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോം ക്വാറന്റൈനിൽ കഴിയുന്ന ആളുകൾ ശ്രദ്ധിക്കുക. സർക്കാർ പറയുന്ന, ആരോഗ്യ പ്രവർത്തകർ പറയുന്ന കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ശക്തമായ ഫൈനോട് കൂടിയുള്ള കേസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. നിലവിൽ ഇത്തരത്തിൽ ഹോം ക്വാറന്റൈൻ ലംഘിക്കുന്ന 500-ലധികം പേരെ കണ്ടെത്തുകയും അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുവേണ്ടി 3000-ഓളം വരുന്ന പോലീസുകാരെയാണ് സംസ്ഥാനത്ത് വിന്യസിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനമായി നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് 2021 മെയ് മാസം 23-ാം തീയതിയോടുകൂടി കേരള സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള 4 ജില്ലകളിലെ ട്രിപ്പിൾ ലോക്ക്ഡൌണും 10 ജില്ലകളിലെ ലോക്ക്ഡൌണും അവസാനിക്കാനിരിക്കുകയാണ്. മെയ് മാസം 23-ന് ശേഷം വീണ്ടും ലോക്ക്ഡൌൺ ഉണ്ടാകുമോ എന്ന ഒരു വലിയ ചോദ്യം ഇപ്പോൾ ഉണ്ട്. അതായത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും രോഗികളുടെ എണ്ണവും ഒക്കെ കുറയുന്ന ഈ സാഹചര്യത്തിൽ ലോക്ക്ഡൌൺ അവസാനിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ മുഖ്യമന്ത്രി ഇന്ന് ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു വിശദീകരണം വാർത്താ സമ്മേളനത്തിൽ നൽകിയിരിക്കുകയാണ്. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും രോഗികളുടെ എണ്ണവും കുറയുന്നുണ്ട് എങ്കിൽ പോലും ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ എടുത്തു കളയുന്നതോ അവസാനിക്കുന്നതോ ആയ ഒരു സാഹചര്യം തന്നെ നിലനിൽക്കുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ട്രിപ്പിൾ ലോക്ക്ഡൌണും അതോടൊപ്പം തന്നെ ലോക്ക്ഡൌൺ സംവിധാനങ്ങളൊക്കെ ഏറെ വിജയകരമായ റിസൾട്ടാണ് വന്നു തുടങ്ങിയിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും നിലവിൽ ലോക്ക്ഡൌൺ അവസാനിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നാളെ നടക്കുന്ന സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമായിരിക്കും ഇതിനെക്കുറിച്ച് സമഗ്രമായി പുതിയ മന്ത്രിസഭ ചർച്ച ചെയ്യപ്പെടുന്നത്. ആ മന്ത്രിസഭയാണ് പുതിയ നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ് എന്ന് തീരുമാനമെടുക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വാർത്തകളും അതോടൊപ്പം തന്നെ റിപ്പോർട്ടുകളും പുറത്തു വരുന്ന സമയത്ത് സമകാലികം യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് പങ്കുവച്ചിരിക്കുന്ന വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.